അങ്ങനെ ചില വിഗ്രഹങ്ങൾ കൂടി വീണൊടിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്താ രാമേന്ദ്ര പ്രശ്നം? സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ പെപ്പെ മോശമായി പെരുമാറി എന്നും പറഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടി അബ്ദുൽ ഹക്കീമിനെ കോൺടാക്ട് ചെയ്തു. ഇവരെന്താക്കി അത് വെച്ചൊരു കളി കളിച്ചു. എന്താ സംഭവം പറ കേക്കട്ടെ. പെപ്പയെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ട് 25 ലക്ഷത്തോളം രൂപ ഇവന് കൈക്കലാക്കിയെന്നാണ് പറയപ്പെടുന്നത്. ഹനാൻഷ അബ്ദുൽ ഹക്കീമിന്റെ ഫ്രണ്ട് ആണെന്നാണ് ഡോക്ടർ ഡ്രേക്ക് പറയുന്നത്. അന്ന് പെപ്പയുടെ കയ്യിൽ നിന്നും 25 ലക്ഷം രൂപ വാങ്ങിയെടുക്കാൻ ഇടനിലക്കാരനായി നിന്നത് ഹനാൻഷയാണെന്നാണ് ഡോക്ടർ ഡ്രേക്ക് പറയുന്നത്. അപ്പൊ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. നീ അറിഞ്ഞ ഞാൻ പെട്ടു. ഹനാൻഷ, Abdul Hakim and Sharif Mohammed. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. This video is not a defamation. This video talks about serious allegations such as blackmailing, extortion and hawala money transfers. മര്യാദക്ക് ഇല്ലെങ്കിൽ ഞാൻ മഹാ ചീത്ത. അതെനിക്കറിയാമോ താ ചീത്തയാണെന്ന്. പക്ഷെ ഇത്രയും ചീത്തയാണെന്ന് എനിക്ക് ഇപ്പോഴാണോ മനസ്സിലായത്? എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത്? ആന്റണി വർഗീസ് പെപ്പയുടെ കാട്ടാളൻ എന്ന് പറയുന്ന മൂവി സിനിമ ഷൂട്ടിംഗ് സമയത്താണ് എന്റെ കാസറ്റിന്റെ അടുത്ത് ഒരു പെൺകുട്ടി വന്നിട്ട് ആന്റണി വർഗീസ് പെപ്പേനെ കുറിച്ച് കുറച്ച് പേഴ്സണൽ ബുദ്ധിമുട്ടുകൾ പറയുന്നത്. എന്നിട്ട് ഈ പേഴ്സണൽ ബുദ്ധിമുട്ട് പറയാൻ വന്ന പെൺകുട്ടിയുടെ അടുത്ത് അബ്ദുൽ ഹക്കീം പറയുന്നു ഇതൊരു FIR കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു FIR കൊടുക്കാനുള്ള ഡ്രാഫ്റ്റ് ആ പെൺകുട്ടിയുടെ അടുത്ത് കൊടുക്കുകയും ആ പെൺകുട്ടിനെ കൊണ്ട് ഒരു ഇമെയിൽ അയപ്പിക്കുകയും ചെയ്യുന്നു. അവിടെയാണ് തട്ടിപ്പിന്റെ തുടക്കം. അതിനുശേഷം ആ ഇമെയിലും ആ പെൺകുട്ടിയുടെ പരാതിയും വെച്ചിട്ട് ഹക്കീം ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇടുന്നു ആന്റണി വർഗീസ് പെപ്പേനെ കുറിച്ചിട്ട്. തട്ടിപ്പ് നമ്പർ 2. എന്നിട്ട് ഈ ഇട്ടിരിക്കുന്ന സ്റ്റോറീസും ഇതിന്റെ പേരിൽ കൊടുത്തിട്ടുള്ള കേസുകളും റിമൂവ് ചെയ്യുകയും ഇനി പെപ്പ എന്ന് പറയുന്ന വ്യക്തിയോട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആ പെൺകുട്ടിയെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്തിട്ട് അയ്യോ എനിക്കിപ്പോ ബോധം പോവും. 25 ലക്ഷം രൂപയാണ് എന്റെ കാസറ്റ് അഥവാ അബ്ദുൽ ഹക്കീം മേടിച്ചിരിക്കുന്നത്. അപ്പൊ നീ ഒരുങ്ങി തന്നെ ഇറങ്ങിയിരിക്കുകയാണല്ലേ? ഇന്നല്ലാതെ ഇല്ല, എനിക്കൊന്നും തോന്നിയില്ല. കാരണം ഞാൻ ഇവനെ വിശ്വസിച്ചിട്ടുണ്ട്. കാരണം ഇവൻ എനിക്ക് മുന്നേ അറിയാമായിരുന്നു. ഇവൻ അങ്ങനെ പൈസ വാങ്ങും, ഇത്രയും വലിയ എമൗണ്ട് ഒക്കെ വാങ്ങുമെന്ന് എനിക്കൊരു എന്റെ മൈൻഡിൽ പോലും പോകുന്നില്ല. അത് നല്ലതാ. പരിചയമുള്ളവരെ തന്നെ വഞ്ചിക്കുന്നത് നല്ലതാ. ക്ലീറ്റസേ, നിനക്ക് ഇതെങ്ങനെ സാധിക്കുന്നതാവോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. പക്ഷെ നിന്റെ അപ്പൻ ഇതെങ്ങനെ സാധിച്ചെടുത്തടാ? ഇതിനകത്ത് മീഡിയേറ്റർ ആയിട്ട് നിന്നിട്ടുള്ളത് അബ്ദുൽ ഹക്കീമിന്റെ കൂട്ടുകാരനായിട്ടുള്ള ഹനാൻഷ. ഡിസാസ്റ്റർ ആയിപ്പോയി, എന്താ ദുരന്തമായിപ്പോയി എന്ന് പറയായിരുന്നു. ഈ ന്യൂസ് പുറത്തു വിടാതിരിക്കണമെങ്കിൽ ഇത്ര പൈസ തരണമെന്നും പറഞ്ഞുകൊണ്ട് ബ്ലാക്ക്മെയിൽ ചെയ്യും. ഇതുപോലെ 10-25 ലക്ഷമൊക്കെ വാങ്ങിയെടുക്കും. പല വിഷയങ്ങളും ഇവൻ ഇതുപോലെ പൈസ വാങ്ങി സെറ്റിൽ ചെയ്തിട്ടുണ്ട്. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. നിന്നെ ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായതാ നീ വെറും കൂതറയല്ല, ലോക കൂതറയാണ്. എന്തായാലും ഈ വിഷയത്തിൽ ഹനാൻഷ തന്നെ ഒരു എക്സ്പ്ലനേഷനുമായി വരുമെന്ന് പ്രതീക്ഷിക്കാം. വരാതെ വഴിയില്ലല്ലോ. പെണ്ണ് കേസ് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി മീഡിയേറ്ററായി നിന്നു, പൈസ വാങ്ങിച്ചു കൊടുത്തു എന്നൊക്കെയല്ല ആരോപണം. വിഷമിക്കാതിരിക്കും. ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു. ഇങ്ങനെ തീർന്നെന്ന് കരുതിയാ മതി. അങ്ങനെ പടക്കടകുദാഹവ എന്തൊക്കെ മേളായിരുന്നു. ഞാൻ പോകുന്നു. ബൈ ബൈ.